Good evening, students. Good evening. Good evening. Okay, I can see some faces. So, good evening, students. So, Miss Nori, good evening, Tane. Okay, എല്ലാരും chat box good evening ഇട്ടേ കാണട്ടെ. Okay, okay. Okay, good evening. So, good evening, students. Good evening. Okay. So, എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible? Yes or no? എല്ലാവർക്കും audible ആണെങ്കിൽ ഒന്ന് thumbs up ഇടണേ. Okay. Okay. കമന്റ് ചെയ്യുന്നുണ്ടല്ലോ ഗുഡ് ഈവനിങ്. Okay, so എല്ലാരും pumped up ആണ്. Okay, I can see you all there. Good. Okay. Okay, sir. Okay, so എല്ലാരും വീഡിയോസ് ഒക്കെ ഓൺ ചെയ്യുക. മിസ് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് എല്ലാരെയും മിസ്സിന് കാണണം. Okay, so switch on your videos. Fine, and use a headset actually. So ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട്. Okay. So landscape mode lo vekka, phone tilt cheyidittu landscape mode lo vekka, so I can see your face and also your notebook. Okay, so enikku ningade face um book kaanam. Okay, so ellarum landscape mode lo vekka, ellarkum book okke undo, physics ine book okke ellarum separate edutittundo, kazhinja class il illa, first class aayirunnu. So ellarde book undo, book ulla oru book onu kaanite kazhinja divasathe notes onu kaanate, kazhinja divasam ezhudiyekkunna ഭാഗങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഓക്കെ ഓക്കെ സാർ ആരും കാണിക്കുന്നുണ്ടോ? ഓക്കെ എല്ലാരും വീഡിയോസ് ഓൺ ചെയ്ത് കാണട്ടെ. പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. പ്ലീസ് എല്ലാരും വീഡിയോസ് സ്വിച്ച് ഓൺ ചെയ്യുക, ക്യാമറ ഓൺ ചെയ്യുക. ഒന്ന് ടിൽറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് ലാൻഡ്സ്കേപ്പ് മോഡ് അല്ലാത്തവരെ ഞാൻ കാണുന്നുണ്ട്. സോ എല്ലാരും ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുക. Okay. Arjun. അപ്സര വീഡിയോ ഓൺ ചെയ്തേ. സോറി. ഓക്കെ എല്ലാരും വീഡിയോസ് ഓൺ ചെയ്യുക. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ എത്ര പേരുണ്ടായിരുന്നു? ഹാൻഡ് റൈസ് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? ഒരാളെ ആണോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര്? ഓക്കെ 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 ഫൈൻ. അപ്പോൾ കുറച്ചുപേരൊക്കെ ന്യൂ ജോയിനീസ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ന്യൂ ജോയിനീസ്. സോ വെൽക്കം ടു ഇന്ത്യാസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. ഓക്കെ, സോ ഐ ആം ലോവിസ് എൽസ മാമൻ. സോ എൻ്റെ പേര് ലോവിസ് എന്നാണ്, ലോവിസ്. സോ ഐ വിൽ ബി ഹാൻഡ്ലിങ് യുവർ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ്. ഓക്കെ, 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ആണ് മിസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇതുവരെ നമ്മൾ 2 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫിസിക്സ് 2 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട് 9th സ്റ്റാൻഡേർഡിൻ്റെ. സോ ആ 2 ക്ലാസ്സസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ് മിസ് എടുത്തതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുത്തെ അഡ്മിൻ ടീം നിങ്ങൾക്ക് അയച്ചു തരും. ഫൈൻ. സോ ഇത് കേൾക്കാത്തവർ, കഴിഞ്ഞ ക്ലാസ് ഒന്നും ഇല്ലാഞ്ഞവർ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ ഇനി തൊട്ട് ഒരു ക്ലാസ്സസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, ഡോണ്ട് മിസ് എനി ഓഫ് ദ ക്ലാസ്സസ്. ഓക്കെ, ഇൻ ഫ്യൂച്ചർ. ഓക്കെ, സോ എല്ലാ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ എല്ലാവരും ഫിസിക്സിന് വേണ്ടി ഒരു നോട്ട്ബുക്ക്, ഒരു പെന്ന്, ഹൈലൈറ്റർ എല്ലാം വെച്ച് റെഡി ആണെങ്കിൽ ഒരു തംസപ്പെട്ട് ഒന്ന് കാണട്ടെ, മിസ് ഒന്ന് കാണട്ടെ. റെഡി ഫോർ ദ സെഷൻ? ഓക്കെ, ഐ വോണ്ട് ടു സീ thumbs ups coming. Okay, എല്ലാ thumbs ups എനിക്ക് കാണണം, so that I can start the session. Okay, I can see many. Okay, so today we are continuing with the chapter. So we have started chapter number 10, gravitation. Okay, we have started chapter number 10, gravitation. Okay, gravitation എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. സോ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുന്നത് എന്താണ്? ന്യൂട്ടൺ ആൻഡ് ആൻ ആപ്പിൾ, റൈറ്റ്? ഒരു ന്യൂട്ടൺ ആൻഡ് ആൻ ആപ്പിൾ. സോ മിസ് അതിന്റെ ആനിമേഷൻസ് ഒക്കെ നിങ്ങളെ കഴിഞ്ഞ 2 ക്ലാസ്സിലും കാണിച്ചു. ഓക്കെ, 2 ക്ലാസ്സിലും മിസ് നിങ്ങളെ കാണിച്ചു. And adu vechittu we have derived universal law of gravitation. Okay, we have derived universal law of gravitation. Okay, universal law of gravitation പഠിച്ചു. എന്ന് വെച്ചാൽ 2 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, okay, if there are 2 objects nande ഇവിടെ we can see an object, here we can see an object, here we can see another object. Okay, new joinees ന് വേണ്ടി മിസ് ജസ്റ്റ് ഒന്ന് പറയാം. Okay, if there are 2 objects, okay, and here you can see 2 objects, which is object A and object B. Fine. So object A is having mass m, capital letter M, and this is having small m. Okay,
and the distance between these two objects is d. Fine, and the distance between these two objects is d. And by universal law of gravitation, we will get this equation. Okay, we will get this equation. Fine. So universal law of gravitation എന്ന് പറയുമ്പോൾ നോക്കിയാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, every object in the universe attracts every other object with a force which is proportional to the product of their masses. Okay, so രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള gravitational force എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ F is F is proportional to product of their masses. Okay, m into m. Okay, if there are two objects and one of the object is having mass capital M and another object is having small letter m. Okay, so F is proportional to the product of their masses. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, product of their masses, and it is inversely proportional to the square of the distance between them. So adana divided by d square. Okay, so ee proportionality maatan vendite we will write F is equal to G into capital M into M divided by d square, where G is the gravitational constant. So adana nammal we have derived it. Actually we have derived it this one. Okay, F is equal to G into M divided by d square. Fine. So ഇത് അറിയാമെങ്കിൽ we have done a problem with it. നമ്മളൊരു problem ഒക്കെ ചെയ്തായിരുന്നു. Okay, we have done a problem with it, and then we have studied the importance of universal law of gravitation. So ഇതൊന്നും മിസ് വീണ്ടും പറയുന്നില്ല. So you will get that recorded classes. Fine, for the new joinees you will get the recorded classes. Then we have studied what is a free fall. Okay, so free fall എന്താണെന്ന് നമ്മൾ പഠിച്ചു. Free fall എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ സീ ദിസ്, ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറയാണ്. സീ ദിസ്, ഐ ഹാവ് എ പെൻ വിത്ത് മീ, റൈറ്റ്? ഒരു പെൻ എൻ്റെ കയ്യിലുണ്ട്. സോ ഞാനിത് വെറുതെ ഇടുവാണെങ്കിൽ ഐ എം നോട്ട് അപ്ലൈങ് എനി ഫോഴ്സ്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് ഫോൾ ഡൗൺ, റൈറ്റ്? ഇത് ജസ്റ്റ് താഴോട്ട് വീഴാണ്. സോ അവിടെ എന്തുണ്ട്? ഞാൻ പ്രത്യേകിച്ച് ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് കമ്മിങ് ഡൗൺ. ഓക്കെ, ഞാൻ ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് കമ്മിങ് ഡൗൺ. സോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പെൻ, ഓക്കെ, ഇത് തന്നെ താഴെ വീഴല്ലേ. So the force acting on this pen will only be the gravitational force. Okay, so angane ulla movement neyaanu we call free fall. Okay, so whenever objects falls under the earth under the gravitational force, it is known as free fall. So gravitational force kondu maatram oru object thaazhe veeduvaanengil. Okay, one example is falling of fruits from the tree. ഓക്കെ, നമ്മൾ മാങ്ങ പറിച്ച് താഴെ ഇടാതെ ഈ മാങ്ങ ചിലപ്പോൾ പഴുത്ത് തന്നെ താഴെ വീഴും, അല്ലെ? തന്നെ മാങ്ങ താഴെ വീഴും. അവിടെ നമ്മൾ പ്ലക്ക് ഒന്നും ചെയ്യുന്നില്ല, തന്നെ മാങ്ങ താഴെ വീഴും. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫ്രീ ഫോൾ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫ്രീ ഫോൾ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഫ്രീ ഫോളിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഫ്രീ ഫോളിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു. ആൻഡ് ദെൻ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ആക്സിലറേഷൻ due to gravity. Okay, acceleration due to gravity. Okay, so if pen താഴെ വീഴുന്നത് it is having an acceleration. So that acceleration is known as acceleration due to gravity. Okay, ഈ ഒരു മാങ്ങ താഴെ വീഴുമ്പോൾ it is having an acceleration. Okay, it is having an acceleration. Acceleration എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു താഴെ വീഴുമ്പോൾ it is having some speed, right? ഒരു change in velocity ഒക്കെ ഉണ്ട്. So that will be acceleration. So it is there is only one force acting on it. ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ, which is the gravitational force. So we call that acceleration as acceleration due to gravity. Okay, and it is represented as G. Okay, and it is having the same unit that of acceleration. Acceleration is same unit. So acceleration unit is meter per second square ആണ്, അതിന്റെ same unit ആണ് acceleration due to gravity. Okay, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്, പഠിച്ചാണ് എനിക്കറിയാം. സോ ഫോർ ദ ന്യൂ ജോയിനീസ് ഐ എം ജസ്റ്റ് റീകോളിംഗ്. ഓക്കെ, then we have derived the value of G. Okay, ഇപ്പൊ acceleration due to gravity എന്ന് പറഞ്ഞു. So the value of G is 9.8 meter per second square. Very important. G യുടെ value 9.8 meter per second square. അത് നമ്മൾ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഇനി ആവശ്യമുണ്ട്. Okay,
The value of G is 9.8 meter per second square. Okay. Okay, fine. So we are going to start with today's session. Okay, so എല്ലാരും notebook എഴുതിക്കോ. The motion of objects under the influence of gravitational force of the earth. Sorry, motion of the objects under the influence of gravitational force of the earth. So എല്ലാരും notebook എഴുതിക്കോ. The next topic is motion of the objects under the influence of gravitational force of the earth. Okay. Okay, എഴുതി കഴിഞ്ഞവര് ലൈക്ക് ഒരു തംസ് അപ്പ് കാണിച്ചേ കാണട്ടെ. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഈ പെൻ താഴെ വീഴുന്നതിന്റെ മോഷൻ. സോ there is a movement for this pen, right? ഈ പെൻ ഇവിടുന്ന് ഇവിടെ വരെ എത്തുകയാണ് അല്ലെ. സോ there is a movement. So we are going to study that movement. Okay, അതാണ് മോഷൻ എന്ന് പറയുന്നത്. മോഷൻ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, so we are going to study the motion of the objects under the influence of the gravitational force of the earth. Okay, so thumbs ups. Okay, thumbs ups വന്നേ കാണട്ടെ. Okay, okay, okay. Okay, സാറേ ആനിമേഷൻ. Okay, സാറേ ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്തേ. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി കാണാം. നിർത്തിക്കാം. നോക്കിയേ, ഇവിടെ നോക്കിയ ഒരാളുടെ കയ്യില് ഒരു സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റോൺ ഉണ്ട്. പിന്നെ കയ്യിലുണ്ട് ഒരു പേപ്പറും ഉണ്ട്. ഓക്കെ, ഹി ഈസ് ഹാവിങ് എ സ്റ്റോൺ ഇൻ ഹിസ് ഹാൻഡ് and on the other hand he is having a paper with him. Okay, and he is going to drop it. Okay, ഒരു ഹൈറ്റ് ഇരുന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഇരുന്നത് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ സാർ, നോക്കിക്കേ അത് രണ്ടും രണ്ട് സമയത്താവുന്ന അല്ലേ. രണ്ട് സമയത്തല്ലേ ഗ്രൗണ്ടിലെത്തിയേ അല്ലേ? രണ്ട് സമയത്തല്ലേ ഗ്രൗണ്ടിലെത്തിയേ? ആണോ? Yes. Yeah, you can just see that the paper is coming lately, right? It is coming late, but the stone has reached early. അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? രണ്ടുപേരെ ഒരുമിച്ചാണ് മേളിൽ നിന്ന് വിട്ടത്. Okay, the paper and the stone was released in the same time itself, but it reached the ground at different time. Okay, the stone reached early and the paper reached lately. What do you think the reason? എന്തുകൊണ്ടായിരിക്കും? എന്തോ പറയുന്നുണ്ട്. Okay, കൃഷ്ണൻ മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. Mass of the stone is higher than that of the paper. Okay, good. Okay, വേറെ ഏതെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, മിസ് പറഞ്ഞുതരാം. ഇതിന്റെ റീസൺ മാസ് അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റില് കാണുമ്പോൾ we will think that the reason behind it will be mass, but mass is not the answer. Mass അല്ല. It is because ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ, സ്കൂട്ടറിലോ ബൈക്കിലോ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും നേരെ ട്രാവൽ ചെയ്യുന്ന പോലെ ഒന്ന് ആലോചിച്ചാൽ, നേരെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാറ്റ് ഫീൽ ചെയ്യാം അല്ലെ? നിങ്ങൾക്കൊരു എയർ ഫീൽ ചെയ്യത്തില്ലേ? നിങ്ങളുടെ ഹെയർ പുറകിലോട്ട് പോകുന്നു അല്ലെ? നിങ്ങളുടെ ഹെയർ പുറകോട്ട് പോകുന്നു. നിങ്ങളുടെ നല്ല ഫോഴ്സ് ഓഫ് എയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇല്ലേ? നിങ്ങൾ ഫീൽ ചെയ്യത്തില്ലേ? നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിലോട്ടൊരു എയറിന്റെ ഒരു മൂവ്മെന്റ്, ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇല്ലേ? ഫീൽ ചെയ്യത്തില്ലേ? ഫീൽ ചെയ്യുന്നവരൊരു തംസപ്പ് കാണിച്ചേ. എല്ലാവരും കാണിക്കുന്നു. യെസ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ് ഫീലിംഗ് ഇസ് നോൺ ആസ് എയർ റെസിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഫീലിംഗ് ഇസ് നോൺ ആസ് എയർ റെസിസ്റ്റൻസ്. എയറില് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പോസിങ് മോഷൻ ആണ്. ഓക്കെ, ഒരു നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയാ, പഠിക്കാൻ ആഗ്രഹമില്ലാത്തവരോട് പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞാൽ എന്താണ്? അതൊരു റെസിസ്റ്റൻസ് ആണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുത്തില്ല പഠിക്കാൻ പറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക, നമ്മൾ ആ മോഷനെ ഒപ്പോസ് ചെയ്യാണ്. നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡില് ഒരു എയറിന്റെ മൂവ്മെന്റ് ഉണ്ട്. സോ വി കോൾ ഇറ്റ് ആസ് എയർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ എയർ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഒരേ സമയത്ത് പേപ്പറും സ്റ്റോണും വന്നപ്പോ ഒരു എയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, there is some air resistance. So air resistance കാരണം ഈ പേപ്പർ ലേറ്റ് ആയിട്ട് വന്നു. ഓക്കെ, ആ എയർ റെസിസ്റ്റൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ മാത്രം
ഈ പേപ്പറിന് പറ്റുന്നില്ല, പക്ഷെ സ്റ്റോണിന് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദർ ഇസ് സം എയർ റെസിസ്റ്റൻസ് ഇൻ ദി എയർ. സോ അത് കാരണമാണ്. ഇനി എയർ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ സെയിം ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു എൻവയൺമെന്റിൽ എയർ ഉണ്ട്. ഓക്കെ, അപ്പൊ എയർ ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, സോ എയർ ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? വി സേ ഇറ്റ് ആസ് എൻ വാക്വം. ഓക്കെ, വാക്വത്തിൽ നമ്മൾ ഈ സെയിം ആക്ടിവിറ്റി ചെയ്യാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡ്രോ a different thing. Okay, same activity, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത്. ഓക്കെ, ഒരു ബോൾ ആൻഡ് എ പേപ്പർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡൺ ഇൻ വാക്വം. ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്, എയറിലല്ല, എയർ ഇല്ലാത്ത ഒരു സെറ്റപ്പ്. സോ ദിസ് സെറ്റപ്പ് വിൽ ബി ഇൻ വാക്വം. ഓക്കെ, വാക്വം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ എയർ. ഓക്കെ, സോ ഈ ആനിമേഷൻ പ്ലേ ചെയ്ത സാറേ നോക്കട്ടെ, ഒരേ സമയത്ത് വന്നു. ഓക്കെ, ഒരു പേപ്പറും ഒരു ബോളും. It was dropped at the same time and it reached the ground at the same time. Okay, so air illa. So vacuum, when we actually perform this activity, every object will come at the same time. Okay, so there are two conditions. So if it is done in air, the objects will come at different time. Okay, and if it is performed in vacuum, okay, vacuum എന്ന് പറഞ്ഞാൽ എയർ ഇല്ലാത്തൊരു അവസ്ഥയാണ്. Okay, so if there is no air, the objects will fall at the same time. Okay, so അതേപോലെ തന്നെ സാർ അടുത്ത അന്വേഷണം പ്ലേ ചെയ്തേ. ഓക്കെ, ഒന്ന് നോക്കിയെന്നോണ്ട് ഇവിടെ ഒരു കോയിൻ ഉണ്ട്, ഒരു ഫെദർ ഉണ്ട്. കോയിൻ ആൻഡ് എ ഫെദർ, രണ്ടുപേരെ എയറിലാണ് നടത്തുന്നത്. ഓക്കെ, നോക്കിയേ, കോയിൻ റീച്ച് ദ ഗ്രൗണ്ട് early and the feather, it is struggling. Okay, it is struggling to reach the ground. And now continue ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എയർ ഇല്ലാത്ത വാക്വത്തിലാന്ന് വെച്ചോ. വാക്വത്തിലാണെങ്കിൽ ഇച്ചിരൂടെ ഫ്രണ്ടോട്ട് കിട്ടും. വാക്വത്തിലാണെങ്കിൽ നോക്കിയേ, നമ്മുടെ ഒരു വാക്വം സെറ്റപ്പ്. ഓക്കെ, കോയിൻ ആൻഡ് ഫെദർ രണ്ടുപേരും സെയിം സമയത്താണ്. ഓക്കെ, രണ്ടുപേരും സെയിം സമയത്ത് നിർത്തിക്കോ. രണ്ടുപേരും സെയിം സമയത്ത് വന്നു. സോ if you drop two objects in air, it will reach a different time. But if it is done in vacuum, that means air ഇല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ it will reach at the same time. Okay, മാറ്റിക്കോ സാറേ, it will reach at the same time. Okay, so that is what acceleration experienced by an object during free fall is independent of its mass. It is independent of its mass. So write this, it is independent of its mass. Okay, it is independent of its mass. Okay, so free fall സമയത്ത് രണ്ടുപേരും വരുമ്പോ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ മാസ് ഒന്നും നോക്കുന്നില്ല. Okay, so that is what it is saying, it is independent of its mass. So any objects, ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മളിപ്പോ കുറെ ഒബ്ജക്ട്സ് ഉണ്ട്, ഫെദർ, കോയിൻ, ഓക്കെ, ബോൾ, പേപ്പർ. ഓക്കെ, ഏത് തരം ഒബ്ജക്ട്സ് ആണെങ്കിലും, ഇഫ് ഇറ്റ് ഇസ് ഹോളോ ഓർ സോളിഡ്, ഓക്കെ, ബിഗ് ഓർ സ്മോൾ, ഓക്കെ, ചെറിയ സ്മോൾ ഒബ്ജക്റ്റ് ആണെങ്കിലും വലിയ ഒബ്ജക്റ്റ് ആണെങ്കിലും, ഇഫ് ഇറ്റ് ഇസ് ഡ്രോപ്ഡ്, ഇറ്റ് വിൽ ഫോൾ അറ്റ് ദ സെയിം റേറ്റ്. ഓക്കെ, ഇറ്റ് വിൽ ഫോൾ അറ്റ് ദ സെയിം റേറ്റ്. ഓക്കെ, സോ ഈ ആക്ടിവിറ്റി, സോ ഫ്രീ ഫോളിന്റെ സമയത്ത് motion, okay, under the influence of the gravitational force is this one. Okay, so free fall എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് it will be solely gravitational force. Okay, gravitational force മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫോഴ്സും അവിടെ ഇല്ല. So it will come at the same rate. It will come at the same rate. Okay, സോ എല്ലാവരും എഴുതിയെടുത്തോ. മിസ് ഈ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് മാസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എനി ഒബ്ജക്ട്സ്, ഇഫ് ഇറ്റ് ഇസ് ഹോളോ, സോളിഡ്, ബിഗ് or small, okay, any kind of or any type of object, if it is dropped, it will fall at the same rate. Okay, okay, so എഴുതി കഴിഞ്ഞവരൊക്കെ ഒരു thumbs up ഇട്ട് കാണട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, or else thumbs up ഇടാം.
Okay, I can see many thumbs ups. Good. So Galileo എന്ന് പറഞ്ഞാൽ വലിയൊരു സയന്റിസ്റ്റ് അല്ലേ. സോ ഹി ആക്ച്വലി ഡ്രോപ്ഡ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ലീനിങ് ടവർ ഓഫ് പിസ. ഓക്കെ, ഇറ്റലിയിലെ വലിയൊരു മോണുമെന്റ് ആണ് ലീനിങ് ടവർ ഓഫ് പിസ ആൻഡ് ഹി പ്രൂവ്ഡ് ദ സെയിം. ഓക്കെ, സോ ഹി ഓൾസോ ഡ്രോപ്ഡ് 2 objects from the highest floor of the leaning tower of Pisa and he proved the same. സാറേ ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്തേ. ഇത് ആരും എഴുതിയെടുക്കണ്ട, ഇതൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞാണ്. നോക്കിക്കേ, ഒരു ആനിമേഷൻ ആണ്. നോക്കിയേ, ഇതാണ് ലീനിങ് ടവർ ഓഫ് പിസ ആൻഡ് ഹി ഈസ് സ്റ്റാൻഡിങ് ദർ. ഓക്കെ, സോ ഹി ഈസ് ഡ്രോപ്പിംഗ് 2 objects. നമുക്ക് 2 ബോൾ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് അറ്റ് ദ ഗ്രൗണ്ട് അറ്റ് ദ സെയിം റേറ്റ്. ഓക്കെ, സോ എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഫിസിക്സ് സ്റ്റുഡൻസ് അല്ലേ, സോ വി വിൽ ബി കണ്ടക്ടിങ് അവർ ആക്ടിവിറ്റീസ് ഇൻ an experimental setup. സോ എയർ റെസിസ്റ്റൻസ് ഇല്ലാതെ വാക്വത്തിൽ ഐഡിയൽ കേസിൽ ദി ഒബ്ജക്ട്സ് will fall at the same rate. Okay, it will fall at the same rate. Okay, so this is about the motion of objects under the influence of gravitational force of the earth. Okay, so this is the concept actually, sir Matiko. So this is the concept. Okay, ഞാൻ ധനഞ്ജയ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടോ. just join ചെയ്തേ ഉള്ളൂ. ധനഞ്ജയ് ഹായ് ധനഞ്ജയ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യുവോ? ധനഞ്ജയ് ഓക്കെ, ധനഞ്ജയ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹായ് ധനഞ്ജയ്, ഗുഡ് ഈവനിങ്. ഹായ് ഗുഡ് ഈവനിങ്. എഴുതിയോ? നടക്കുവാണല്ലോ, എഴുതുന്ന കാണുന്നില്ലല്ലോ. ധനഞ്ജയ് നടക്കുന്ന കാണുന്നുള്ളൂ മിസ്സിന്, പക്ഷെ എഴുതുന്ന കാണുന്നില്ലല്ലോ. സെറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഹാഫ് ആൻ അവർ ആയി. ഇടയ്ക്ക് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും കറണ്ട് പോയി, പിന്നെ ജോയിൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഓക്കെ സെറ്റ് ആവുന്നതേ ഉള്ളു അല്ലേ. ഓക്കെ, സാരമില്ല, പെട്ടെന്ന് എഴുതിക്കോട്ടോ. ഓക്കെ, അശ്വത് വീഡിയോ ഓൺ ചെയ്യോ? അശ്വത് ഒന്ന് വീഡിയോ ഓൺ ചെയ്യുവോ? മിസ് ഇത് കാണട്ടെ. എഴുതുവാണോ നോക്കണ്ടേ? ഓക്കെ ഫൈൻ. അപ്പൊ ധനഞ്ജയ് പെട്ടെന്ന് സെറ്റ് ചെയ്യാട്ടോ. ഓക്കെ, പെട്ടെന്ന് സെറ്റ് ചെയ്യാ. ഓക്കെ, സോ നമ്മളിപ്പോ ഇതിന്റെ കോൺസെപ്റ്റ് പഠിച്ചു. ഇനി മിസ് പറഞ്ഞതിന്റെ ഹെഡിങ് എന്താണ്? മോഷൻ ഓഫ് ദി ഒബ്ജെക്ട്സ് അല്ലെ, മോഷൻ. സോ there are 3 equations of motion actually. There are 3 equations of motion. Okay, there are 3 equations of motion. സോ ഇത് നിങ്ങൾ ഒന്നെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫിസിക്സിൽ തന്നെ നേരത്തെ സബ്ജക്ട്സിൽ നേരത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ഇത് പിന്നെ പഠിക്കും. ബട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുമ്പോൾ ഈ ഇക്വേഷൻസ് എങ്ങനെ മാറും, അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ യു വിൽ സ്റ്റഡി ദ 3 equations of motion in the next class. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കൊന്ന് 8th ചാപ്റ്ററിലുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 3 equations of motion, which is v is equal to u plus at. Okay, v is equal to u plus at. S is equal to ut plus 1 by 2 at square. And v square is equal to u square plus 2as. There are 3 equations of motion for uniformly accelerated motion. Okay, normal case of motion. Gravitational force in a case alla, normal generalized equations of motion are. So there are 3 equations of motion. The first one is v is equal to u plus at. S is equal to ut plus half at square. And v square is equal to u square plus 2as. Okay, so നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണും, what is this v, what is this u, what is this a and t, and right? So that is this u is equal to the initial velocity. Okay, so ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അതിന്റെ വെലോസിറ്റി, ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി, ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി വിൽ ബി ദി ഇനീഷ്യൽ വെലോസിറ്റി. Initial, okay, the word itself says that the starting velocity. Then the final velocity, okay, v is final velocity. What is final velocity? Final velocity എന്ന് പറയുമ്പോൾ ഈ പെൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ എൻ്റെ കയ്യിൽ എത്തുന്ന പോയിന്റിലുള്ള ആ പെന്നിന്റെ വെലോസിറ്റി. Okay, so that will be the final velocity. So initial velocity,
final velocity and the distance covered in time t. Okay, അത് എത്ര ഡിസ്റ്റൻസ് ആണ് ഈ പെൻ ഈ പോയിന്റിൽ നിന്ന് എന്റെ കൈ വരെ എത്തി അല്ലേ? സോ ദ ഡിസ്റ്റൻസ് കവേർഡ്, സോ ദാറ്റ് വിൽ ബി yes. And the acceleration എന്ന് പറഞ്ഞാൽ change in velocity. Okay, the rate of change of velocity, and time is t. Okay, so acceleration equation ഇതാണ്, a is equal to v minus u divided by t. എന്താണത്? change in velocity divided by time. മിസ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ഇവിടെ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ദാറ്റ് ഇസ് v minus u divided by t. Okay, and here t is time t. Okay, ഇതാണ് നോർമൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നോർമൽ കേസിൽ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, ഓക്കെ, കാർ മൂവ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങൾ എന്തൊക്കെ മോഷൻസ് അല്ലേ, നമ്മൾ നടക്കുന്ന മോഷൻ, നമ്മൾ കാറിന്റെ മോഷൻ, ഓക്കെ, റോഡിൽ കൂടെ കാർ മൂവ് ചെയ്യുന്നത്, അതിന്റെ ഒക്കെ മോഷൻ ആണ്. അതിന്റെയൊക്കെ നമുക്ക് ഇക്വേഷൻ, ഓക്കെ, മാത്തമാറ്റിക്കലി വി ക്യാൻ റെപ്രസെന്റ് ലൈക്ക് ദിസ്: v is equal to u plus at, okay, s is equal to ut plus half at square, and v square is equal to u square plus 2as. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ 8th ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കും. ഓക്കെ, ബട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്ന മോഷൻ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുമ്പോൾ ഉള്ള മോഷൻ. ഓക്കെ, നിങ്ങൾ ആ ഹെഡിങ് ഒന്ന് നോക്കിക്കേ. മിസ് ഹെഡിങ് എഴുതാൻ പറഞ്ഞായിരുന്നു, മോഷൻ ഓഫ് ദി ഒബ്ജെക്ട്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുമ്പോൾ ഈ 3 ഇക്വേഷൻസ് എന്ത് സംഭവിക്കും? ഓക്കെ, ഈ 3 ഇക്വേഷൻസ് എന്ത് സംഭവിക്കും? ഓക്കെ, സോ ജസ്റ്റ് ലുക്ക് ഇറ്റ്. എന്ത് വരും? ആക്സിലറേഷൻ A will change to acceleration due to gravity. Okay, acceleration A will change to acceleration due to gravity. So what is acceleration due to gravity? It is g, right? So we can replace A as g. Okay, A ഉള്ളിടത്തെല്ലാം g എഴുതുക. Okay, so what happens? Normal case v is equal to u plus at ആണ്. So it will become v is equal to u plus gt. Okay, v is equal to u plus gt. Fine. Second equation, s is equal to ut plus 1 by 2 at square ആയിരുന്നു. So it will become 1 by 2 gt square. Okay, so gravitational force വരുമ്പോൾ അവിടെയുള്ള ആക്സിലറേഷന്റെ പേരെന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Okay, it will be acceleration due to gravity. It is represented as g. Okay, so എല്ലാ കേസിലും ആക്സിലറേഷൻ മാറി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും. Okay, so it will become half gt square, and v square is equal to u square plus 2as ആണ്. So it will become v square is equal to u square plus 2gs. Okay, so normal 3 equations നമ്മൾ റീപ്ലേസ് ചെയ്തു g വെച്ചിട്ട്. Okay, and g is a constant. Okay, എർത്തിന്റെ കേസിൽ g will be constant. നമുക്കറിയാം g is equal to 9.8 meter per second square. Okay, meter per second square. So g will be constant near the earth. So acceleration can be replaced by g. Okay, so എഴുതി കഴിഞ്ഞവരൊക്കെ ഒരു thumbs up ഇട്ടേ. ഓക്കെ, എഴുതി കഴിഞ്ഞവരൊക്കെ ഒരു thumbs up ഇട്ടേ. മനസ്സിലായോ എങ്ങനെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? നോർമൽ 3 ഇക്വേഷൻസ് ഉണ്ട്. അതിന് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? ആ ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരുമ്പോൾ ആക്സിലറേഷൻ വിൽ ബി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ജി. ഓക്കെ, സോ ഈ 3 ഇക്വേഷൻസിനെ നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, ഫൈൻ. സോ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ള വെച്ചാൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ആക്സിലറേഷൻ ഫോർ എക്സാമ്പിൾ നോക്കിയേ, നമ്മൾ ഫോർ കാർ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും, ഓക്കെ, ഇങ്ങനത്തെ മൂവ്മെന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ ആണ്ട് ലെഫ്റ്റ് ചെയ്ത് റൈറ്റിലോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എ, അവിടെ ആണ് അതിന്റെ എ എങ്കിൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പൊ നമ്മുടെ മോഷൻ തിരിച്ചാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അത് മിസ് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇറ്റ്സ് ഫൈൻ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മിസ് പറഞ്ഞുതരാം. പ്രോബ്ലം ചെയ്യുമ്പോഴേ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ്. Okay, so we will take acceleration to be positive when it is in the direction of motion. If it will be it is negative when it opposes the motion.
ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ മിസ് പറഞ്ഞു തരാം, പ്രോബ്ലം ഇതിന്റെ ബേസ് ചെയ്തോണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ഐ വിൽ ജസ്റ്റ് ഐ ജസ്റ്റ് ടീച്ച് യു. ഓക്കെ, ഫൈൻ. Okay, so gravitation, very important topic. Gravitation, it's law, okay, free fall, acceleration due to gravity, okay, G ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9th സ്റ്റാൻഡേർഡിൽ മാത്രമല്ല എപ്പോൾ, ഓക്കെ, നമ്മൾ 10th 11th 12th ഓക്കെ ഹയർ സ്റ്റഡീസ് എവിടെ പോയാലും G എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിരിക്കണം, ബേസിക്സ് ആണ്. ഓക്കെ, സോ എല്ലാ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യുക, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ വിട്ടുപോയാൽ പിന്നെ അടുത്ത ക്ലാസ് വരുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ഡൗട്ടാവും, കൺഫ്യൂസ്ഡ് ആയി പോവും. ഓക്കെ, സോ എല്ലാ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ന്യൂ ജോയിനീസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സസിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, ഓർ യു ക്യാൻ റിക്വസ്റ്റ്. ഫൈൻ, സോ യു വിൽ ഗെറ്റ് ദ ക്ലാസ്സസ്. അതൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് വരിക. ഫൈൻ. ഓക്കെ, എല്ലാവരും എഴുതിക്കോ, ഇമ്പോർട്ടൻറ്റ്. കണക്റ്റിംഗ് ഓക്കെ, ഒപ്പോ റീനെയിം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എല്ലാവരും എഴുതിക്കോ. മിസ്സിനെ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും എഴുതിക്കോ. ഓക്കെ, സോ ഈ സമയത്ത് എല്ലാവരും പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എല്ലാവരും ഫോർ 2 minutes ബ്രേക്ക് മിസ് തരുവാണ്. 2 minutes ബ്രേക്ക്. സോ എല്ലാവരും പോയി വെള്ളം കുടിച്ച് ഉഷാറായി ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എക്സാം ഉണ്ട്. ഓക്കെ, എക്സാം ഉണ്ട്. സോ എല്ലാവരും വായിച്ചു നോക്കിയിട്ട് വരിക. ഓക്കെ, സോ മിസ് 2 minutes ബ്രേക്ക് തരാം. എല്ലാവരും കുടിച്ചിട്ട് വരിക. എന്നിട്ട് നോക്കുക ഇത്ര നേരം എന്താ പഠിപ്പിച്ചേ. പിന്നെ വെച്ചൊക്കെ നമ്മൾ എക്സാം ഇടുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. സൗണ്ട് ഇല്ല. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ ആണെങ്കിൽ സംസാരിക്കണേ. ഓക്കെ, ഓക്കെ. ഇപ്പൊ കേൾക്കാന്ന് പറയുന്നു. കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എഴുതിക്കോ. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. പ്രോബ്ലം എഴുതാം. ഓക്കെ, ഒപ്പോ എന്ന് പറഞ്ഞ നെയിമുള്ള ഓക്കെ. ഒപ്പോ, ഗുഡ് ഈവനിങ്. ഒപ്പോ യൂണിഫോം സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? സോ ഒപ്പോ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഹായ്, ഗുഡ് ഈവനിങ്. മാം. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കെവി കണ്ണൂർ. ഗുഡ്. ഇപ്പൊ വന്നേ ഉള്ളോ? അപ്പൊ ഒപ്പോയ്ക്ക് വേറെ പേരുണ്ടോ? ദേവനന്ദ. എന്ത് നല്ല പേരാ, വെരി ഗുഡ് നെയിം. ഓക്കെ, ബട്ട് ഒന്ന് റീനെയിം ചെയ്യണേ. എനിക്ക് ഒപ്പോ എന്ന് പറഞ്ഞാ വരുന്നേ. ഓക്കെ, സോ ഐ എം നോട്ട് ഗെറ്റിംഗ് യുവർ നെയിം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പേര് കാണുന്നില്ല മോളുടെ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്തോ. മിസ് 1 minute ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ ചെയ്തോ. ഒന്ന് പേര് മാറ്റിക്കോ. ഇപ്പൊ പേര് മാറ്റാൻ പറ്റും. ഒന്ന് പേര് മാറ്റിക്കോ. ദേവനന്ദാന്ന്. റോൾ നമ്പർ ആൻഡ് യുവർ നെയിം. ഓക്കെ, മോക്കൊരു റോൾ നമ്പർ ഇല്ലേ? അപ്പൊ ആ റോൾ നമ്പറിന്റെ കൂടെ ഒരു മോളുടെ ദേവനന്ദാന്ന് കൊണ്ടിടുക. ഓക്കെ, ഈ ഒപ്പൊന്ന് മാറ്റിക്കോ കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ മിസ് പറയാൻ വിട്ടുപോയി, റോൾ നമ്പർ ആൻഡ് യുവർ നെയിം. ഓക്കെ, എല്ലാവരും അങ്ങനെ വരിക. കൃഷ്ണ വിസിബിൾ അല്ല കേട്ടോ, ലൈറ്റിൽ ഇരിക്കോ? കൃഷ്ണ എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഫൈൻ. പത്മജിത്ത് വീഡിയോ ഓൺ ചെയ്യ്. ഓക്കെ, വെള്ളം കുടിക്കാൻ പോയിട്ട് അതുവഴി പോവരുത്, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് വരിക. ഓക്കെ, സോ സാർ എനിക്ക് തോന്നുന്നു വെള്ളം കുടിച്ചോന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും വെള്ളം കുടിച്ച് അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പൊ എല്ലാരും റെഡി ആണോ? റെഡി ആയിട്ടുള്ളവരൊക്കെ ഒന്ന് തംസ് അപ്പ് ഇട്ടേ കാണട്ടെ.
ധനഞ്ജയ് സെറ്റായി. ധനഞ്ജയ് ധനഞ്ജയ് ആണ് ചിരിക്കുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. യാ സെറ്റാണ് ധനഞ്ജയ്, സെറ്റാണ്. ഫൈൻ. ധനഞ്ജയ് എഴുതിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. കറണ്ടൊക്കെ വന്നല്ലോ. ഓക്കെ സന്തോഷാണ്. ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺ, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ധനഞ്ജയ് അങ്ങ് സെറ്റായി. ഓക്കെ. സോ ധനഞ്ജയ് വെള്ളമൊക്കെ കുടിച്ചോ? എന്നാ പറ്റി ധനഞ്ജയ്? മിസ്സോടെ ഒന്ന് കേക്കട്ടെ ആ കോമഡി. ഇത്ര ചിരിക്കുന്നേ. ഹായ് ധനഞ്ജയ്, എന്നാ പറ്റി? അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ആരാ? ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എഴുതിയെടുത്ത് വെള്ളം കുടിച്ച് എഴുതിയെടുക്ക. ചില ക്വസ്റ്റ്യൻ ആണ്ട് മിസ് കൊണ്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയെടുത്ത് കഴിഞ്ഞു സർ. അവന് ധനഞ്ജയ് എഴുതി. ഓക്കെ, ദേവനന്ദ റീനെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ എല്ലാരും എഴുതിക്കോ. A car falls off a ledge and drops to the ground in 0.5 seconds. Okay, let g is equal to 10 meter per second square. Okay, we are asked to find the speed on striking the ground. Okay, we are asked to find. Correct questions on the first question, the speed on striking the ground. The next one, the average speed during the 0.5 seconds. Okay, the average speed during the 0.5 seconds, and how high is the ledge from the ground? How high is the ledge from the ground? Okay. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുക്കുക, പെട്ടെന്ന് സ്പീഡിൽ എഴുതിയെടുക്കുക. എഴുതിയിട്ട് തംസപ്പ് ഇടുക. ഓക്കെ, എഴുതി കഴിഞ്ഞവരൊക്കെ തംസപ്പ് ഇടുക. A car falls off a ledge and drops to the ground in 0.5 seconds. Let g is equal to 10 meter per second square. What is its speed on striking the ground? What is the average speed during the 0.5 seconds? And how high is the ledge from the ground? അശ്വത് വീഡിയോ ഓൺ ചെയ്തിരിക്കട്ടോ. ഓക്കെ, ഒരു കാർ ഒരു ലെഡ്ജ് ഒരു ഹൈറ്റിലുള്ള ഒരു പോർഷനിൽ നിന്ന് ഫോൾ ഓഫ് ചെയ്തു. ഓക്കെ, ഒരു ലെഡ്ജിൽ നിന്ന് കാർ ഫോൾ ഓഫ് ചെയ്തു, ഗ്രൗണ്ടിലോട്ട് ഫോൾ ഓഫ് ചെയ്തു. ഓക്കെ, 0.5 സെക്കൻഡ്സിൽ ആ കാർ ഗ്രൗണ്ടിലെത്തി. ഓക്കെ, ഒരു ഹൈറ്റിലായിരുന്നു കാറ്, അത് അവിടുന്ന് മറിഞ്ഞു വീണു. ആൻഡ് ഇറ്റ് റീച്ച് ദ ഗ്രൗണ്ട് ഇൻ 0.5 സെക്കൻഡ്സ്. ക്വസ്റ്റ്യനിൽ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ സ്റ്റുഡൻസ്, വാട്ട് ഈസ് ജി? ജി എന്താ? ആരോടാ ചോദിക്കുക സാറേ? ആരോടെ ഇതിനകത്തും ചോദിക്കാം? ധനഞ്ജയ്, എന്താണ് ജി? പറയൂ. ഈ ജി എന്താണ്? മിസ് വണ്ടിയുടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ജി എന്താ? അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ, ധനഞ്ജയ് ജിയുടെ വാല്യൂ അറിയുമോ? ഓക്കെ, ജിക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഫൈൻ. വേറെ ആരോട് ചോദിക്കാം സാറേ? ഫിദയോട് ചോദിക്കാം. സെക്കൻഡ് റോ, തേർഡ് വൺ. ഫിദ അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ, ഫിദ, വാട്ട് ഈസ് ദിസ് ജി? ഫിദ ഫസ്റ്റ് ക്ലാസ് തൊട്ടുണ്ടല്ലോ അല്ലേ? കാണായിരുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ജി? എന്താണ് ജി? കേക്കുന്നില്ല? ഓക്കെ, ഫിദ കുറച്ച് ഉറക്കെ പറയോ? കേൾക്കണില്ല. ജി എന്താ? നമ്മൾ പഠിച്ചില്ലേ? ആക്സിലറേഷൻ. കേൾക്കുന്നില്ല ഫിദ. മൈക്ക് അടുത്തേക്ക് പിടിക്കോ? ഓക്കെ സാറേ, എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ സോ ഫിദയുടെ അപ്പുറത്തിരിക്കുന്ന ആളോട് റയാനോട് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ റയാൻ, what is this G? Gravity. Yes, it is acceleration due to gravity. It is not gravity, it is acceleration due to gravity. Okay, so G യുടെ വാല്യൂ എന്ന് പറയുന്നത് നോർമൽ കേസിൽ നമ്മൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതെങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. സോ ഫോർ സിംപ്ലിഫൈ ദ കാൽക്കുലേഷൻ, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 9.8 എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ടഫ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് 10 meter per second square. Okay, we are taking it as 10 meter per second square. Okay, we are taking it as 10 meter per second square. So കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ, മിസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചോദിച്ചിട്ട് ആൻസർ ചെയ്യാത്തവർക്ക് ഇമ്പോസിഷൻസ് ഉണ്ടാവും. സ്കൂള് പോലെ തന്നെ, ഇറ്റ് ഇസ് എ സ്കൂൾ. ഓക്കെ, സ്കൂള് തന്നെയാണ്. ഓക്കെ, മിസ് ഇമ്പോസിഷൻ ഒക്കെ തരും. ഇമ്പോസിഷൻ തന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് പിന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ലിങ്ക് വന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ടുണ്ടാവും അല്ലെ, ആ ലിങ്കിൽ വന്ന ആൾക്ക് അയച്ചൊക്കെ കൊടുക്കണം. നിങ്ങൾക്കും ബുദ്ധിമുട്ട്. ഓക്കെ, അത് എഴുതണം. മിസ്സാണെങ്കിൽ 1-2 പ്രാവശ്യം തന്നെ ഇമ്പോസിഷൻ തന്നെ, 100 times ഇമ്പോസിഷൻ തന്നെ. ആ കാര്യത്തിലൊക്കെ മിസ് ഭയങ്കര സ്ട്രിക്റ്റാ. ഓക്കെ, സോ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങള് മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വേണം വരാൻ. Okay, so gravitational law, acceleration due to gravity, it is very important. മിസ് എല്ലാ ക്ലാസ്സിലും പറഞ്ഞാണ്. സോ പഠിച്ചിട്ട് വരിക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ തൊട്ട് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, വെരി സിമ്പിൾ ടോപ്പിക്സ്, കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, സോ അതൊക്കെ പഠിച്ചിട്ട് വരിക. സോ just look at acceleration G is equal to 10 meter per second square. Here we are asked to find the speed. First question, we are asked to find the okay, so അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ റൈറ്റ് ദ ഗിവൺ ഡേറ്റ ഫ്രം ദ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദ ഗിവൺ ഡേറ്റ ഫ്രം ദ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒന്ന് എടുത്തെഴുതുക. ഓക്കെ, എന്തെങ്കിലും വാല്യൂസ്, ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തെഴുതുക. ഓക്കെ, സോ ഹിയർ ടൈം ഇസ് ഈക്വൽ ടു 0.5 seconds. So 0.5 seconds. So I have written it as 1/2 seconds. Half 1/2. Okay, 0.5 1/2. So ആരും എന്നെ നോക്കിയിരിക്കേണ്ട, എല്ലാവരും എഴുതിക്കേ. എഴുതാത്തവരൊക്കെ നോട്ട്ബുക്ക് തുറന്ന് എഴുതുക. ടൈം ടി ഈസ് ഈക്വൽ ടു 1/2 സെക്കൻഡ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം ഇസ് 0.5 seconds. പിന്നെ എന്താ തന്നേക്കുന്നത്? ജി തന്നിട്ടുണ്ട് 10 meter per second square. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഓക്കെ, a car falls off a ledge and drops to the ground. ഒരു ഹൈറ്റിൽ നിന്ന് കാറ് താഴോട്ട് മറിഞ്ഞു വീഴും. അപ്പൊ മറിഞ്ഞു വീഴുന്ന പോയിന്റില് ഇനീഷ്യലി ആ കാറിന് ഒരു വെലോസിറ്റി ഇല്ല, 0 വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ കേസിൽ താഴെ എത്തുമ്പോൾ ഹൈ വെലോസിറ്റിയിൽ വീഴും. ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഇനീഷ്യലി ആ ഹൈറ്റിൽ നിന്ന് കാർ മറിഞ്ഞു വീഴുമ്പോൾ ആ സ്റ്റാർട്ടിങ് വെലോസിറ്റി വിൽ ബി 0. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. സോ ദി ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 meter per second. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഇസ് 0 meter per second. പിന്നെ ക്വസ്റ്റ്യൻ എന്നാണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ജി ഇസ് ഈക്വൽ ടു 10 meter per second square. 10 meter per second square. ഓക്കെ, 10 meter per second square. അപ്പൊ നാട്ടെ കാറ് മേളിൽ നിന്നാണ് വീഴുന്നത്, ഒരു ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് വീഴുന്നത്. ഓക്കെ, ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് വീഴുന്നത്. എല്ലാവരും ഇനി നോക്കിക്കേ, എല്ലാവരും മിസ്സിനെ നോക്കിക്കേ. ഓക്കെ, ഒരു കാർ നാട്ടെ ഒരു ഹൈറ്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വീഴുക, ഗ്രൗണ്ടിലോട്ട് വീഴുക. സോ ആ സമയത്തെ നമ്മുടെ ഗ്രാവിറ്റി എന്താണ്? ആ സമയത്തെ നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ആണ്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും മേളിൽ നിന്ന് താഴോട്ടാണ് അല്ലെ, മേളിൽ നിന്ന് താഴോട്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ജി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കേ, ഗ്രാവിറ്റേഷന്റെ ഡയറക്ഷനും ഓക്കെ ദ ഡയറക്ഷൻ ഓഫ് ജി ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് ദ കാറും മേളിൽ നിന്ന് താഴോട്ടാ വീഴുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തുവാ? മേളിൽ നിന്ന് താഴോട്ട്. രണ്ടുപേരുടെ ഡയറക്ഷൻ സെയിം ആണ്. ഓക്കെ, സോ വി വിൽ ടേക്ക് ഇറ്റ് ആസ് +10 meter per second square. ഓക്കെ,
ഡയറക്ഷൻസ് രണ്ടും സെയിം ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് കാറിന്റെ വീഴ്ചയാണ്. സോ അതിന്റെ രണ്ടിന്റെ ഡയറക്ഷൻസ് സെയിം ആണ്. സോ വിൽ സേ ദാറ്റ് ആക്സിലറേഷൻ ഓഫ് ദ കാർ ജിയുടെ വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി പ്ലസ് ജി ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി പ്ലസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഗ്രാവിറ്റി താഴോട്ടാ, കാറും താഴോട്ടാ വീഴുന്നത്. സെയിം ഡയറക്ഷൻ. ഗ്രാവിറ്റി as well as the car. So gravity g ആണെങ്കിൽ ഇതും g ആണ്. ഓക്കെ, ഇത് g ആണെങ്കിൽ ഇതും g ആണ്. ഫൈൻ. സോ അതാണ് പ്ലസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇതിന് മൈനസ് ആവുന്ന ജസ്റ്റ് ഇപ്പൊ പ്ലസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മിസ് മൈനസ് ആവുന്ന കേസോടെ ഒന്ന് പറയാം. മിസ് മൈനസ് ആവുന്ന കേസോടെ പറയാം. നമ്മുടെ ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാ, അതറിയാലോ. ഇറ്റ് വിൽ ബി പ്ലസ് ജി തന്നെയാണ്. ഓക്കെ, പ്ലസ് ജി തന്നെയാണ്. നമ്മൾ ഈ പേന മേളിലോട്ട് എറിയുവാന്ന് വെച്ചോ. ഇപ്പം ഇത്രയും നേരം മേളിൽ നിന്ന് താഴോട്ടാ മിസ് പേന എറിഞ്ഞ. ഓക്കെ, അശ്വത് അൺമ്യൂട്ട് ചെയ്യോ? അശ്വത് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അശ്വത് പറ. മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തുകൊണ്ടാണ് മാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരാനുള്ള കാരണം? ഓക്കെ, വരാനുള്ള കാരണം ഓക്കെ നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റിനും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, എവറി ഒബ്ജക്റ്റ് വിൽ അട്രാക്ട് ദി അതർ ഒബ്ജക്റ്റ്. ഓക്കെ, സോ നോക്കിക്കേ, ന്യൂട്ടൺ മോൻ ക്ലാസ്സിൽ ഇല്ലാഞ്ഞോണ്ടാണ്. നമുക്ക് ന്യൂട്ടനെ അറിയാം അല്ലെ, ന്യൂട്ടനെ നമുക്കറിയാം. സോ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു അല്ലേ, അതെല്ലാവർക്കും അറിയാലോ. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. സോ ആപ്പിൾ താഴോട്ട് വീഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ there was the force that is acting downwards will be gravitational force. ഓക്കെ, ആ ആപ്പിള് എർത്തിലോട്ടാണ് വീണത്. ഓക്കെ, ആ ആപ്പിള് എർത്തിലോട്ടാണ് വീണത്. അത് ഫ്ലൈ ചെയ്തില്ല. അതിന് വേണമെങ്കിൽ മേളിലോട്ട് പോവായിരുന്നു, സൈഡ്സിലോട്ട് പോവായിരുന്നു അല്ലേ. ബട്ട് it fell downwards, right? അത് താഴോട്ട് തന്നെ വീണു. So it is due to gravitational force. Okay, so ആ ആപ്പിളിന് എർത്തിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. Okay, there was a force of attraction on the apple to the earth. Okay, ആപ്പിളിന് എർത്തിലോട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും എർത്തിലോട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, തിരിച്ചു. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഫൈൻ. സോ അതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ മിസ് അതാ പറഞ്ഞേ, കാറ് പറന്നൊന്നും പോയില്ലല്ലോ, കാറ് താഴോട്ടല്ലേ വീണേ അല്ലേ? ചോദിച്ചാ സാറ്? അതെ അതെ അതെ, ഓക്കെ, അതെ, കാറ് താഴോട്ടാ വീണത്. സോ കാറ് പറന്നൊന്നും പോയില്ല. ഇറ്റ് ഇസ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടു ദി എർത്ത്. എർത്തിലോട്ടായിരുന്നു അതിന്റെ അട്രാക്ഷൻ. ഓക്കെ, സോ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ പ്ലസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ അത് എന്തുകൊണ്ട് രണ്ടുപേരുടെ കാറിന്റെ ഡയറക്ഷനും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ്. അത് ഇനി അതേ സമയം നോക്കിയാൽ ഈ പെണ്ണ് ഞാൻ മേളിലോട്ട് എറിഞ്ഞാൽ, ഈ പെൻ ഞാൻ മേളിലോട്ട് എറിഞ്ഞു. നോക്കിക്കേ, ഈ പെൻ ഞാൻ മേളിലോട്ട് എറിഞ്ഞു. നമ്മുടെ ഗ്രാവിറ്റി താഴോട്ടും, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. സോ പെന്നിന്റെ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി -g. ഓക്കെ, സോ ഇതാ മിസ് മുമ്പേ പറഞ്ഞ പ്രോബ്ലം പറയുമ്പോൾ മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിൽ ബി ഓൾവേസ് ടു ദി എർത്ത്, ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്. സോ നമ്മൾ ഇപ്പൊ കാറ് താഴോട്ട് തന്നെ ആയതുകൊണ്ട് +g. വേറെ ഏതെങ്കിലും സാധനം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരുന്നെങ്കിൽ മൈനസിലോട്ട് പോകും. ഓക്കെ, സോ അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നൗ we are asked to find the speed. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്പീഡ് എന്ന് പറയുന്നതാണ് v. ഓക്കെ, v ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ v is equal to u plus at, motion of the earth. ഓക്കെ, motion of the earth. ഓക്കെ, u plus at ആണ് നോർമൽ കേസിൽ. സോ ഇവിടെ v plus gt വരും. സോ ഇനീഷ്യൽ കേസിൽ നോക്കിയാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി is equal to 0 meter per second square. Okay, so v is equal to u plus at, so it is u plus gt. Okay, it is v is equal to u plus gt. So initial velocity, കാറിന്റെ initial velocity മേളിൽ നിന്ന് വീഴുന്ന സമയത്ത് 0 ആയിരുന്നു അതിന്റെ velocity. That means
u is equal to 0 meter per second. So it will be 80 only. 80 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് gt എന്ന് എഴുതാം. Okay, it will be gt. So gt മാത്രമേ ഉള്ളൂ. Okay, so gt substitute here. G എന്താണ്? It is 10 meter per second square and time is 0.5 seconds. So it will be 5 meter per second square. 10 by 5. Sorry, 10 by 2. Okay, 10 into 0.5. That is 10 into 1 by 2. So it will be 5 meter per second. Okay, so this is the speed. Speed ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. V is equal to u plus at. ഇനീഷ്യൽ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് അങ്ങനെ എടുക്കാം. കാരണം ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ എങ്ങനെയാണ്? ഗ്രാവിറ്റി പോലെ. ഓക്കെ, ഗ്രാവിറ്റിയുടെ സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് u plus gt എന്ന് എഴുതാം. So u 0 ആണ്. Initial velocity is 0. So it will be gt. So substitute the values of g and t. അഗ്രജ എഴുതണമെന്ന് ചോദിച്ചു. അഗ്രജ എഴുതിയോ? അഗ്രജ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആ ബുക്ക് ഒന്ന് കാണിക്കോ? എഴുതിയോ? ഒന്ന് കാണട്ടെ. അഗ്രജ ഒന്ന് കാട്ടി. നോക്കി എഴുതിയതാണോ അതോ മിസ് പറഞ്ഞിട്ട് മനസ്സിലായിട്ട് എഴുതിയതാണോ? മനസ്സിലായിട്ട് എഴുതിയത്. മനസ്സിലായിട്ട് എഴുതിയത്. എന്തുകൊണ്ടേ പ്ലസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വന്നേ? പ്ലസ് വന്ന എന്തുകൊണ്ട്? ഈ ആക്സിലറേഷൻ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാ മിസ് ഒന്നുകൂടെ പറയാം. പ്ലസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തുകൊണ്ടാ വന്നേ? പ്ലസ് എങ്ങനെ എന്തുകൊണ്ടാ വന്നേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഫൈൻ. ആയിരിക്കും. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സോ എഴുതി എടുക്കുക. നമുക്ക് ദേവകൃഷ്ണനോടൊന്ന് ചോദിച്ചാലോ? ചോദിക്കാം. ദേവകൃഷ്ണ എഴുതിയോ? എഴുതി. കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? ഓക്കെ ഫൈൻ. സോ എല്ലാരും എഴുതിയെടുക്കുക. സോ നമുക്ക് സ്പീഡ് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. v is equal to u plus at. Okay, now next question. We are asked to find the average speed during the 0.5 seconds. Average speed. So നമ്മൾ എങ്ങനെ ആവറേജ് കാണുന്നത്? ആവറേജ് എങ്ങനെ? ആരും എഴുതണ്ട. ഇങ്ങോട്ട് നോക്കിയേ. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. പെന്നൊക്കെ ഒന്ന് മാറ്റിക്കേ. ഓക്കെ, പെൻ മാറ്റിട്ട് എല്ലാരും എന്നെ നോക്കിയേ. ഓക്കെ, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിന്റെ ആവറേജ് കാണുന്നത്? എങ്ങനെയാ നമുക്ക് സ്പീഡിന്റെ ആവറേജ്? സാറേ ആരോടാ ചോദിക്കാം? എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ആവറേജ് എങ്ങനെയാ കാണുന്നത്? ആവറേജ് അർജുനോട് ചോദിക്കാം. അർജുൻ അൺമ്യൂട്ട് ചെയ്യോ? നമ്മൾ ഒരു സംഭവത്തിന്റെ ആവറേജ് എങ്ങനെയാ കാണുന്നത്? ടോട്ടൽ. അതെ, ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു അല്ല ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. ഫൈൻ, ഗുഡ്. അത്രയും പറഞ്ഞല്ലോ. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ആവറേജ് കാണുന്നത് ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഡിവൈഡ് v and u. സോ എന്ത് വേണം? അപ്പൊ അതിന്റെ ആവറേജ് എങ്ങനെ കാണുന്നത്? ഒന്ന് v plus u ഡിവൈഡഡ് ബൈ 2. v യും u മാത്രമേ ഉള്ളൂ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഓർ u plus v ഡിവൈഡഡ് ബൈ 2. ഓക്കെ, u plus v ഡിവൈഡഡ് ബൈ 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u തന്നിട്ടുണ്ട് 0. u ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 മീറ്റർ പെർ സെക്കൻഡ് ബിക്കോസ് ദി ഇനീഷ്യൽ വെലോസിറ്റി വാസ് 0. ആൻഡ് v നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ 5 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2 is 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ യൂണിറ്റ് എഴുതുക. ഓക്കെ, യൂണിറ്റ് എഴുതുക. 5 എന്ന് മാത്രം എഴുതിയാൽ പോരാ. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയെങ്കിൽ മാർക്ക് കിട്ടില്ല. വാട്ട് 5 എന്താ? 5 പലരും 5 മീറ്റർ ആവാം, 5 സെക്കൻഡ്സ് ആവാം. സോ സ്പീഡിന്റെ യൂണിറ്റ് എഴുതുക, മീറ്റർ പെർ സെക്കൻഡ്. So average കണ്ടുപിടിക്കുക. So that was the second part of the question. Average speed, that is u plus v divided by 2. Okay, so it is 0 meter per second plus 5 meter per second divided by 2. Okay, so 5 by 2, 2.5 meter per second. Okay,
ഓക്കെ ഓക്കെ, എഴുതി കഴിഞ്ഞവരൊക്കെ ഒന്ന് താമസപ്പെട്ടെ, എഴുതി കഴിഞ്ഞവരൊക്കെ താമസപ്പെട്ടെ കാണട്ടെ. ഓക്കെ ഓക്കെ, എല്ലാരും എഴുതിയവരൊക്കെ ബുക്ക് ഒന്ന് കാണിച്ചേ, മിസ് ഒന്ന് കാണട്ടെ, ബുക്ക് ഒന്ന് കാണിച്ചേ. ഓക്കെ, എല്ലാരും കാണിക്കുന്നുണ്ട്. സോ ബുക്കൊക്കെ കാണിക്കണം. മിസ് കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഭവിത് എഴുതിയോ? ഭവിത്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ക്യാൻ യു ഹിയർ മീ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭവിത് ഭവിത് കേക്കുന്നില്ലേ? ഭവിത്, ഐ കൻ സീ യു. കേക്കുന്നുണ്ടോ? ഓക്കെ, ഭവിത് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം, ഭവിത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. സോ എല്ലാവരും എഴുതിക്കോ. ഓക്കെ, ബുക്ക് കാണുന്നുണ്ട്, ബുക്ക് കാണുന്നുണ്ട്. ബുക്ക് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. മിസ് നോട്ട്സ് ഒക്കെ അയച്ചു തരാൻ പറയും. ഓക്കെ, നോട്ട്സ് ഒക്കെ അയച്ചു തരാൻ പറയും. സോ അതുകൊണ്ട് നോട്ട്സ് ഒക്കെ അന്നന്ന് അപ്പം ഉള്ളത് എഴുതിക്കോ കേട്ടോ. സോ നെക്സ്റ്റ് പാർട്ട്, ഹൗ ഹൈ ഇസ് ദ ലെഡ്ജ് ഫ്രം ദ ഗ്രൗണ്ട്. ഓക്കെ, കാർ ഒരു ലെഡ്ജിൽ നിന്ന്, ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീണതാണ്. ഓക്കെ, അത് താഴോട്ട് വീണു. സോ ഈ ഗ്രൗണ്ടും ഈ ഹൈറ്റും ഈ ലെഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. Okay, the distance traveled. So അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Okay, third equation, second equation, that is S is equal to ut plus half at square. Okay, S is equal to ut. S എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഇക്വേഷൻ ആണ്. S ആണ്, ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഹൈറ്റ്, ഓക്കെ, the height between the ledge and the ground. Okay, ഈ രണ്ട് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്. Okay, so ഈ ഡിസ്റ്റൻസ് it will be denoted as S. Okay, so S is equal to ut plus half at square. So ഈ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി u എന്താണ്? 0 ആണ്. ഓക്കെ, കാർ ഹൈറ്റിൽ നിന്ന് താഴെ വീഴുന്ന പോയിന്റിൽ എന്താണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, അത് സ്റ്റാർട്ടിംഗ് വെലോസിറ്റി 0. ഓക്കെ, so u is equal to, so u will be 0. So ut എന്താവും? 0 ആയി പോകും. Okay, so S is equal to only half at square. Okay, ut, anything multiplied with 0 will be 0. Okay, so S will be half at square. In this case, A will be 10 meter per second square. That is acceleration due to gravity. So substitute it. So it will be half into 10 meter per second square into t square. 0.5 seconds the whole square. So this will be 5, so 5 into 0.5, 0.025, so it will be 1.25 meters. Okay, so എല്ലാവരും എഴുതിക്കുക. എഴുതാത്തവരൊക്കെ ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും നോക്കിയിരിക്കുകയാണ്. എഴുതുക. So S will be equal to 1/2 into 5 meter per second square into 0.5 seconds the whole square plus t square. So it will be 0.25 into 5, which is equal to 1.25 meters. Okay, so ഈ മൂന്ന് ക്വസ്റ്റ്യനിൽ ഈ മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. So we have found the speed, which is 5 meter per second. We have found the average speed. Okay, നോട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. Okay, ധനഞ്ജയ്, കാണാം, ധനഞ്ജയിനെ എനിക്ക് കാണാം. ഗുഡ്. Okay, and the height of the ledge from the ground, which is S is equal to 1.25 meters. So ഇത് മൂന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. Okay, സോ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ ജിയുടെ വാല്യൂ ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യന് തരത്തില്ല. ഓക്കെ, സോ ജിയുടെ വാല്യൂ തന്നില്ലെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ച് ചെയ്യണം. ഓക്കെ, ജിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഇസ് ജി ആസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇഫ് ഇറ്റ് ഇസ് 10, അങ്ങനെ തന്നേക്കുവാണെങ്കിൽ ആ തന്നേക്കുന്ന വാല്യൂ വെച്ച് എടുക്കുക. ഒന്നും തന്നിട്ടില്ലെങ്കിൽ 9.8 വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ, 9.8 വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ,
സോ എഴുതി കഴിഞ്ഞവരൊക്കെ ഒന്ന് തംസപ്പ് ഇട്ടേ കാണട്ടെ. എഴുതി കഴിഞ്ഞവരൊക്കെ ഒന്ന് തംസപ്പ് ഇട്ടേ കാണട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഭവിത് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഭവിത് തല പൊക്കി കേൾക്കുന്നുണ്ട്. ഓക്കെ ഭവിത് എഴുതിയോ? ഭവിത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഭവിത് എഴുതിയോ? എഴുതിയോ? ബുക്ക് ഒന്ന് കാണിക്കൂ. മിസ് ഒന്ന് കാണട്ടെ. ബുക്ക് ഒന്ന് കാണിക്കുവോ? മിസ് ഒന്ന് കാണട്ടേന്ന്. ക്യാമറയിലോട്ട് കൊണ്ടുവന്നേ. എന്റെ ക്യാമറയിലോട്ട് കൊണ്ടുവന്നേ. കാണുന്നില്ല. പറഞ്ഞോ. ഓക്കെ കാണിക്കട്ടെ. കണ്ടില്ല, സാറും കണ്ടില്ല, ഞാനും കണ്ടില്ല. കാണുന്നില്ല. ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കാട്ടോ. ഓക്കെ അങ്ങനെ കാണിക്കാം, അങ്ങനെ കാണിക്കാം. ഓക്കെ എഴുതിയില്ലെങ്കിൽ എഴുതുക കേട്ടോ. എഴുതിയില്ലെങ്കിൽ എഴുതുക. എഴുതിയിട്ടില്ല. ഭവത്തിന്റെ മോഹം കണ്ടാൽ അറിയാം ഭവത്ത് എഴുതിയിട്ടില്ല അത്. ഓക്കെ ഓക്കെ എഴുതിക്കോ, എഴുതിക്കോ. ഓക്കെ ഭവത്ത് എഴുതിക്കോ. ഓക്കെ ഓക്കെ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോ. ക്വസ്റ്റ്യൻ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. An object is thrown vertically upwards and rises to a height of 10 meters. ഓക്കെ ഒരു ഒബ്ജക്റ്റ് മേളിലോട്ട് എറിഞ്ഞു ആൻഡ് 10 മീറ്റർ വരെ എത്തി. ഓക്കെ ഹൈറ്റ് 10 മീറ്റർ. Calculate the velocity with which the object was thrown upwards. Okay. The time taken by the object to reach the highest point. ഈ 10 മീറ്റർ വരെ എത്താനുള്ള സമയം. ഓക്കെ ഇത് രണ്ടുമാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ ഒരു ഒബ്ജക്റ്റ് ത്രോൺ ചെയ്തിട്ടുണ്ട് വേർട്ടിക്കലി മേളിലോട്ട്. ഓക്കെ ആൻഡ് റൈസസ് ടു ഹൈറ്റ് ഓഫ് 10 മീറ്റേഴ്സ്. ഇത് എങ്ങനെ ചെയ്യാം? ഓക്കെ ഇതെങ്ങനെ ചെയ്യാം? എല്ലാ ഇക്വേഷൻസും നമുക്കറിയാം. എല്ലാ ഇക്വേഷൻസ് അറിയാം. വെലോസിറ്റി സ്പീഡ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എല്ലാ ഇക്വേഷൻസും നമുക്കറിയാം. ഇത് എങ്ങനെ ചെയ്യുന്നത്? ഏത് ഇക്വേഷൻ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക? ഓക്കെ ആരോടോ മിസ്സാ ചോദിക്കുന്നത്? അശ്വത്തിനോട് ചോദിക്കാം. അശ്വത് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ ഇതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? ഫസ്റ്റ് ഇക്വേഷൻ velocity is equal to u plus at. ഫൈൻ. ഓക്കെ നോക്കാം, നമുക്ക് നോക്കാം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. 2-3 ഇക്വേഷൻസ് ഉണ്ടല്ലേ അല്ലേ? ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഗുഡ്. സോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡേറ്റ ആദ്യം എഴുതിയെടുക്കാം. ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എഴുതിയെടുക്കുക. സോ നോക്കിക്കേ 10 മീറ്റർ വരെ എത്തിയിട്ടുണ്ട് അല്ലേ? സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി s. സോ ഇറ്റ് വിൽ ബി s is equal to 10 meters. s will be 10 meters. ഓക്കെ പിന്നെ നോക്കിക്കേ ഒബ്ജക്റ്റ് നമ്മൾ താഴേന്ന് മേളിലോട്ട് എറിഞ്ഞു അല്ലേ? താഴേന്ന് മേളിലോട്ടാണ് എറിഞ്ഞത്. ഫ്രം ദി ഗ്രൗണ്ട് ടു ദി എയർ മേളിലോട്ട് എറിഞ്ഞു. ഓക്കെ അത് കണ്ട് 10 meters വരെ എത്തി. സോറി ഓക്കെ and ഈ പോയിന്റ് എത്തി. സോ ദിസ് വാല്യൂ വിൽ ബി 10 meters. ഓക്കെ 10 meter എത്തി. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ എറിഞ്ഞത്. ഇവിടുന്ന് എറിഞ്ഞു. ഓക്കെ ഈ പോയിന്റിൽ നിന്ന് എറിഞ്ഞു ആൻഡ് ഇറ്റ് റീച്ച്ഡ് ദിസ് പോയിന്റ് വിച്ച് ഇസ് 10 meters. 10 meters എത്തി. സോ ഈ പോയിന്റിലെയും വെലോസിറ്റി എങ്ങനെ ആയിരിക്കും? ഒരു ലോജിക്ക് എന്നുവെച്ചാൽ ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ എത്തിയിട്ട് താഴെ വീണു. ഓക്കെ അത് റൈസ് ചെയ്തു. അവിടെ വരെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അത് വീഴും. ഓക്കെ ഗ്രാവിറ്റി വരുമ്പോൾ അത് വീഴും. അപ്പൊ ഈ ഒരു പോയിന്റ് വരെ എത്തിയെങ്കിൽ ഓക്കെ ഏറ്റവും 10 meters വരെ എത്തിയിട്ട് താഴെ വീണെങ്കിൽ
അതിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് എങ്ങനെയായിരിക്കും? ലോജിക്കലി പറയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ചോദിക്കണോ? ചോദിക്കാം. കൃഷ്ണയോട് ചോദിക്കാം. സീറോ. എന്ത് സീറോ? ഓക്കെ, മിസ് ഇവിടെ തന്നിട്ടുണ്ട് v. അത് എന്തുകൊണ്ടായിരിക്കും അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആയത്? Why do you think the reason for the final velocity 0 meter per second? ആദ്യം അറിയുമ്പോൾ റെസ്റ്റിലായിരുന്നു, പിന്നെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും മുകളിലേക്കുള്ള വെലോസിറ്റി 0 ആവും. ഗ്രാവിറ്റിയുടെ വെലോസിറ്റി. യെസ്, കറക്റ്റ്. 10 മീറ്റർ വരെ എത്തിയപ്പോ ആ പേനയ്ക്ക് അതിന്റെ മേളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ പെൻ 10 മീറ്റേഴ്സ്, ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് 10 മീറ്റർ വരെ എത്തിയിട്ട് ആ 10 മീറ്റർ കഴിഞ്ഞാൽ 11th വരെ 10.1 മീറ്ററിലോട്ട് എത്താൻ പറ്റിയില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? ബിക്കോസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്റ്റഡ് ഓൺ ദാറ്റ് പെൻ. ഓക്കെ, ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ച്വലി ആക്റ്റഡ് ഓൺ ദാറ്റ് പെൻ. അപ്പൊ എന്തോ പറ്റി? 10 മീറ്റർ വരെ ആ പെന്നിന് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ 10 മീറ്റർ വരെ എത്തിയുള്ളെങ്കിൽ ആ ഫൈനൽ വെലോസിറ്റി, ഓക്കെ, 10 മീറ്റർ വരെ എത്തിയപ്പോൾ ഉള്ള അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 മീറ്റർ പെർ സെക്കൻഡ്. കാരണം പിന്നെ അതിന് മേളിലോട്ട് പോകാൻ പറ്റിയില്ല. സ്പീഡ് ഇല്ലെങ്കിൽ കാറ് മുന്നോട്ട് പോവോ? ഓക്കെ, സ്പീഡ് ഇല്ലെങ്കിൽ കാറിന് സ്പീഡ് 0 ആണെങ്കിൽ കാറ് മുന്നോട്ട് പോവില്ല. അതേപോലെ തന്നെ 10 മീറ്റർ എത്തിയപ്പോഴത്തേക്ക് എന്തോ പറ്റി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്റ്റഡ് ഓൺ ദാറ്റ് പെൻ. ഓക്കെ, പെന്നേല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് മേളിലോട്ട് പോകാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് 10 മീറ്ററിൽ ആ ഒബ്ജക്റ്റിന് 0 വെലോസിറ്റി ആയിരുന്നു. ഓക്കെ, സോ ദ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനീഷ്യലി നമ്മൾ ഹൈ സ്പീഡിലാണ് ഒബ്ജക്റ്റിനെ മേളോട്ട് വിട്ടത്. ഓക്കെ, ഇവിടുന്ന് സ്പീഡിൽ വിട്ടു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 മീറ്റർ എത്തിയപ്പോൾ അതിന്റെ സ്പീഡ് 0 ആയിപ്പോയി ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് came back to the ground. So it is given as final velocity v is equal to 0 meter per second. 0 meter per second. Okay, so good, correct answer ആയിരുന്നു. good. Okay, so distance travel. So question നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വെലോസിറ്റി, ഓക്കെ, വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യനിന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ മേളിൽ നിന്ന് താഴെ എറിഞ്ഞ് 10 മീറ്റർ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒബ്ജക്റ്റിന് മേളിലോട്ട് പോകാൻ പറ്റിയില്ല. ബിക്കോസ് ആ ഒബ്ജക്റ്റ് അവിടെ ചെന്നപ്പോൾ എന്തോ 0 ആയിപ്പോയി, 0 മീറ്റർ പെർ സെക്കൻഡ് ആയി. വാട്ട് ഡു യു തിങ്ക് ദ റീസൺ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ പിന്നെ മേലോട്ട് പോകത്തില്ലല്ലോ, തിരിച്ച് താഴോട്ട് തന്നെ വരും. ഓക്കെ, സോ അതാണ്. സോ ദ ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to 9.8 meter per second. ഓക്കെ, 9.8 meter per second. നോർമൽ കേസിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ജിയുടെ വാല്യൂ 9.8 meter per second square. ഇനി നോക്കിക്കേ, ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജെക്ട് A is equal to -9.8 meter per second square. അതെന്തുകൊണ്ടാണ് -9.8 meter per second square ആയത്? മിസ് മുമ്പത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിപ്പിച്ചായിരുന്നു അല്ലെ? ഇവിടെ നോക്കിക്കേ, ഒബ്ജക്റ്റിനെ നമ്മൾ താഴേന്ന് ഫ്രം ദ ഗ്രൗണ്ട് ടു ദി എയർ, ഓക്കെ, ഫ്രം ദ ഗ്രൗണ്ട് ടു ദി എയർ. അപ്പൊ ഒബ്ജക്റ്റ് ഇങ്ങനെയാ പോകുന്നത്, ഒബ്ജക്റ്റ് താഴേന്ന് മേളോട്ടാ. പക്ഷെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാ. സോ രണ്ടും opposite directions. Okay, so the direction of acceleration due to gravity is opposite to the direction of the object. Okay, object in the direction of acceleration due to gravity ide direction of opposite ആയിരുന്നു. So we take the acceleration of the object as -9.8 meter per second square because of the upward motion. Okay, object is thrown vertically upwards. Okay, so we take the acceleration of the object is equal to -9.8 meter per second square. Okay, so if the value of the G is not given in the question, you are supposed to take it as G is equal to 9.8 meter per second square. Okay, തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടാവും, മുമ്പത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു as 10. But in this question it is not given, so we will take it as G is equal to 9.8 meter per second square and the acceleration of the object you have to take it according to the direction. Okay,
according to the direction you have to take the acceleration of the object. Fine. Okay, now answer the question. Okay, now answer the question. First question, firstly നമുക്ക് find ചെയ്യാം by using v square is equal to u square plus 2as. Okay, നമ്മളോട് ചോദിച്ചേക്കുന്നത് വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ u ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, u. സോ ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് s ഉണ്ട്. നമുക്ക് ബാക്കി എല്ലാം അറിയാം, u ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കറിയാം. v അറിയാം, a അറിയാം, s അറിയാം. So we can find the initial velocity from the third equation of motion, which is v square is equal to u square plus 2as. Okay, so അതുകൊണ്ടാണ് മിസ് ആദ്യം പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള ഡേറ്റ ആദ്യം എഴുതുക, എന്നിട്ട് നോക്കുക ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ v ക്വസ്റ്റ്യനിലുണ്ട്, a ഉണ്ട്, s ഉണ്ട്. അപ്പം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒബ്ജക്റ്റ് മേളിലോട്ട് എറിയാൻ ആ ഇനീഷ്യൽ വെലോസിറ്റി അറ്റ് വിച്ച് ദി ഒബ്ജക്റ്റ് വാസ് ത്രോൺ, അപ്പൊ ആ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എറിയുന്ന സമയത്ത് വെലോസിറ്റി, സോ ദാറ്റ് വിൽ ബി യു, ഇനീഷ്യൽ വെലോസിറ്റി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എല്ലാം ഉണ്ട്. 0 is equal to v is final velocity is 0, so it is 0 is equal to u square plus 2 into minus 9.8 meter per second square into 10. Here acceleration of the object is minus 9.8 meter per second square, minus 9.8. Okay, into 10 meters. Okay, now substitute the values. We are asked to find u square. U square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So u square is equal to, okay, u square നെ left side ലോട്ട് കൊണ്ടുപോകും. Minus u square is equal to minus 2 into 9.8 into യൂണിറ്റ്സ് എല്ലാം ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, മീറ്റർ സ്ക്വയർ s raised to minus 2. ഓക്കെ, ഈ യു സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ മൈനസ്, അപ്പൊ എന്താണ് പ്ലസ് 2 ഇൻറ്റു മൈനസ് ആണ്, സോ മൈനസ് ഇൻറ്റു 2, സോ ഇറ്റ് ഇസ് minus 2 ഇൻറ്റു ദിസ് 9.8 ഇൻറ്റു 10. ഓക്കെ, ന്യൂമറിക്കൽസ് എല്ലാം ഒരുമിച്ച് ഇൻറ്റു 10, പിന്നെന്താ യൂണിറ്റ്സ് എല്ലാം ഒരുമിച്ച്, മീറ്റർ s raised to minus 2 ഇൻറ്റു m, സോ ഇറ്റ് വിൽ ബി meter square s raised to minus 2. This one. Okay. Substitute ചെയ്തോ, minus 2 into 9.8 into 10 meter per second square. ഇത് സോൾവ് ചെയ്യുമ്പോൾ you will get u is equal to root of 196 meter s raised to minus 2. So you will getting the value of u square as 196. Okay, 196 എന്ന് കിട്ടും. So u കിട്ടാൻ വേണ്ടിയിട്ട് take the square root. Okay, so u വൃന്ദ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. Okay, വൃന്ദ. ഓക്കെ, വൃന്ദ ഒന്നുകൂടെ പറയോ, മിസ് കേട്ടില്ല. ഓക്കെ, -2 എങ്ങനെയാ വന്നേന്നാണോ? ഓക്കെ, മിസ് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കേ ഇവിടോട്ട് നോക്കിക്കേ. ഇറ്റ് ഇസ് 0 is equal to, ഈ ഒരു സെന്റൻസ് മിസ് ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. u square plus 2 into minus 9.8 meter s raised to minus 2 into 10 meters. അല്ലേ, ആണല്ലോ. ഇതിൽ നിന്ന് u square LHSലോട്ട് പോയി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയി. അപ്പൊ u square ഒരു ക്വാണ്ടിറ്റി ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ പോയാൽ ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി. സോ ദിസ് യു സ്ക്വയർ വിൽ ബിക്കം മൈനസ് യു സ്ക്വയർ. ദിസ് വിൽ ബിക്കം മൈനസ് യു സ്ക്വയർ. സോ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു, പിന്നെ എന്തോ ഇവിടെ ഉള്ളത്, ഇത്രയും ക്വാണ്ടിറ്റി അല്ലേ, ഇത്രയും ക്വാണ്ടിറ്റി ആണ്. സോ ഇറ്റ് ഇസ് 2 ഇൻറ്റു മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു 10 മീറ്റർ. സോ ഈ മൈനസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ ഇറ്റ് ഇസ് മൈനസ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 10.
2 into മൈനസ്. അപ്പൊ അതാണ് ഈ മൈനസ്. സോ ഈ മൈനസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. This minus is come here. Okay. So 2 into പിന്നെ അവിടെ മൈനസ് ഉണ്ടോ? ഇല്ല. സോ -2 വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസ് ഇല്ല. സോ ഇറ്റ് ഇസ് 9.8 into 10. പിന്നെ നമ്മുടെ യൂണിറ്റ്സ് എല്ലാം ഒരുമിച്ച് മൾട്ടിപ്ലൈ നോക്കി. എന്തൊക്കെയാ ബാക്കിയുള്ള യൂണിറ്റ്സ്? ഇറ്റ് ഇസ് m(s)(-2) പിന്നെ ഈ മീറ്റർ. സോ m into m will be meter square. എസിന് വേറൊരു ക്വാണ്ടിറ്റി ഇല്ല. സോ s(-2). സോ അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുക. യു ഹാവ് ടു simplify it. So 2 into 9.8 into 10. Simplify here. Simplify by you will get the value of u as u square as. Okay. U square is equal to 196 എന്ന് കിട്ടും. So u will be root of 196. Okay. Multiply ചെയ്യാം. Multiply നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. Multiply ചെയ്യാം. 2 into 10. It will be 20. 20 into 9.8. Okay. So it will be 196. So യുടെ വാല്യൂ root of 196. So root of 196 എന്ന് പറയുമ്പോൾ it will be 14. Okay, square root of 196 will be 14. So 14 meter per second. Okay. So അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയും ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ വരെ എത്താനുള്ള ടൈം. ഓക്കെ. ഈ ഒബ്ജക്റ്റ് തന്നെ ഇവിടെ നിറഞ്ഞ് 10 മീറ്റർ വരെ എത്താൻ എത്ര നേരം എടുത്തു? ഹൗ മച്ച് ടൈം ഡസ് ദ ഒബ്ജക്റ്റ് took to reach the 10 meter. Okay, to reach that 10 meters. Okay, ആ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന് 10 മീറ്റർ വരെ എത്താൻ എത്ര നേരം എടുത്തു? So we can find this by using the equation v is equal to u plus at. Yes, so one of you have told this equation. v is equal to u plus at. നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് t ആണ് വേണ്ടത്. Okay, നമുക്ക് t ആണ് വേണ്ടത്. So we know v u a. Substitute ചെയ്തേ. v അറിയാം, u അറിയാം, u ഇപ്പൊ കണ്ടുപിടിച്ചു. a നമുക്കറിയാം. It is -9.8. Substitute ചെയ്യാം. So 0 is equal to final velocity എന്ന് പറയുന്നത് 0 ആണ്. Okay, final velocity ആണ് 0. Final v is equal to 0. So 0 is equal to 14 meter per second square. 14 meter per second square plus 80 ആണ്. So okay, v plus 80 ആണ്. But a ഇവിടെ എന്താ? -9.8 ആണ്. So plus into minus will be -9.8 meter per second square into t. അപ്പോൾ ഈ t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ചെയ്ത് നോക്കുക. ഓക്കെ, t ആണ് നമുക്ക് വേണ്ടത്. ചെയ്ത് നോക്കുക. സോ ഇറ്റ് വിൽ ബി 1.43 seconds. ഓക്കെ. മൈനസ്. സോ ഇതെങ്ങനെ എഴുതുന്നത്? എങ്ങനെ നമുക്ക് ടി ആണ് വേണ്ടത്. സോ ജസ്റ്റ് ലുക്ക്, എല്ലാവരും നോക്കിക്കേ. 0 is equal to 14 meter per second minus 9.8. ഓക്കെ, യൂണിറ്റ് എഴുതാതെ എഴുതാം. എന്നാലേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. 0 is equal to 14 minus 9.8 t. ഓക്കെ. സോ -9.8നെ നമ്മൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. സോ ദിസ് മൈനസ് വിൽ ബിക്കം പ്ലസ്. ഓക്കെ, ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട്. സോ it will become plus. Okay, so it will be plus 9.8. t is equal to 14. From here t is equal to 14 divided by 9.8. This is equal to this one. Okay, so time in the unit എന്ന് പറയുന്നത് seconds ആണ്. So you have to put this unit also. Okay, seconds. The SI unit of time is seconds. Okay, എല്ലാവരും എഴുതിക്കോ. So time is equal to 1.43 seconds. So simplify ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. Okay, the -9.8 was taken to the left hand side. Okay, then it is simplified like this. Fine. Okay, so the initial velocity u is equal to 14 meter per second and the time taken t is equal to 1.43 seconds. 1.43 seconds. So രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്.
സോ ഡയറക്ഷൻ എടുക്കാനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ അതിപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ അറിയണം, എന്നാലേ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. സോ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നെഗറ്റീവിലോട്ടും പോസിറ്റീവിലോട്ടും ഒക്കെ വാല്യൂസ് മാറിപ്പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ടുഡേ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് the motion of the object under the gravitational force of the earth. So an equations അറിഞ്ഞിരിക്കുക, അത് വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എല്ലാവരും തിരിച്ചൊക്കെ നോക്കിക്കോ. Now we will be having an exam. Okay, now we will be having an exam ഉണ്ടാവും. സോ എല്ലാവരും പേരൻസിനെ വിളിച്ചുകൊണ്ട് വരിക, ഓക്കെ, പേരൻസിനെ വിളിച്ചുകൊണ്ട് വരിക. മിസ് ഒന്ന് കാണട്ടെ. ഓക്കെ. സോ ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്ക് കണ്ട് സാർ ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ആൻസർ ചെയ്യാം. ഓക്കെ, ഇന്ന് മിസ് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പഠിപ്പിച്ചത് എത്രയാണോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഫുൾ നെയിം ആൻഡ് യുവർ റോൾ നമ്പർ. ഓക്കെ, മിസ് ഒന്നുകൂടെ പറയാണ്, ഫുൾ നെയിം ആൻഡ് യുവർ റോൾ നമ്പർ. സോ അത് ഗൂഗിൾ ഫോം എടുക്കുമ്പോൾ യു വിൽ സീ 2 rows. ഓക്കെ, 2 എൻട്രീസ് കൊടുക്കാറുണ്ട്. ഫുൾ നെയിം ആൻഡ് യുവർ റോൾ നമ്പർ. റോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഫോൺ നമ്പർ അല്ല. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിലെ റോൾ നമ്പർ അല്ല. ഓക്കെ, 90+ നിന്ന് കിട്ടിയേക്കുന്ന റോൾ നമ്പർ. ഓക്കെ, ഫോൺ നമ്പർ ആരും എഴുതരുത്. റോൾ നമ്പർ ആൻഡ് യുവർ നെയിം, ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ചില ക്വസ്റ്റ്യൻസ് മിസ്സിനറിയാം പഠിപ്പിക്കാത്തതുണ്ട്. ഫൈൻ, ഇറ്റ്സ് ഫൈൻ. പേരൻസ് എല്ലാവരും വരിക, ആൻസർ ചെയ്യാം. ഓക്കെ, 5 questions ഉണ്ട്. First question, acceleration experienced by an object during free fall is independent of its 3 options: mass, force and volume. Okay, mass, force and volume. So പറഞ്ഞായിരുന്നു ഫ്രീ ഫോളിൽ ഒരു മിസ് ആനിമേഷൻസ് ഒക്കെ കാണിച്ചു, ഫെദറിന്റെയും കോയിനിന്റെയും. ഓക്കെ, പേപ്പർ ആൻഡ് സ്റ്റോൺ, അതൊക്കെ ഓർത്ത് വെച്ചേ. താഴെ വീഴുന്നത് എന്തോ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണോ, ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണോ, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണോ. ഓക്കെ, സോ ആൻസർ അക്കോർഡിംഗ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അടുത്ത ദിവസം. പക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, എല്ലാം നിങ്ങൾ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ മിസ് പഠിപ്പിക്കാത്തത് വെച്ചിട്ട് മാർക്ക് എടുത്തില്ല. ഓക്കെ, പക്ഷെ എല്ലാം ആൻസർ ചെയ്താലേ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ only you can submit a Google form. So try to answer. If it is wrong, it's fine. I will just value the exam according to the portions that I have taken. Okay, ഞാൻ എടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തുള്ളൂ. Fine. Second question was not there. Third was not there. Okay, അപ്പോൾ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മിസ് പഠിച്ചിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യാം. ഓക്കെ, 1 question, only 1 question was there. Fine. സാറേ ആരോടെ ചോദിക്കുക? അപ്പൊ എല്ലാവരും ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്തേ. ഒരു ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം, or else it's fine. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യുക. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും തിരിച്ചു വന്നേ, കാണട്ടെ, നോക്കട്ടെ. ഓക്കെ, അയ്യോ, ഓക്കെ, ഐ ക്യാൻ സീ പേരൻസ് ഓൾസോ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഫ്രീ ഫോളിന്റെ കേസിലെ കാര്യങ്ങളാണ് പഠിച്ചത്. ഫ്രീ ഫോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുമ്പോൾ അതിന്റെ മോഷൻ, ദ ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ദി objects. Okay, during the motion of the objects under the gravitational force. Okay, gravitational force നടക്കുമ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് താഴെ വീഴുന്നത്, ഓക്കെ, അതിന്റെ മോഷൻ, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഒരു ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു, അത് വെച്ചിട്ട് ഇറ്റ്സ് ഫൈൻ. സോ അത് ആൻസർ ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു വന്നേ, കാണട്ടെ മിസ് കാണട്ടെ. ഓക്കെ സാർ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടോ? ഓൺ ആയി വരുന്നുണ്ട്. കൃഷ്ണ, ദേവനന്ദ, എല്ലാവരും ഓൺ ചെയ്തേ. ഓക്കെ, എന്നിട്ട് മിസ് ആൻസർ ഡിസ്കസ് ചെയ്തോളൂ. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു, എന്നിട്ട് മിസ് ആൻസർ ഡിസ്കസ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിസ്സിന് ആണ്ട് ഇവിടെ ഒരു എക്സൽ ഷീറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എൻട്രീസ്, ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ടൈം വരെ എനിക്ക് കിട്ടും. ഓക്കെ, സോ എല്ലാവരും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിസ് ആൻസർ ചെയ്തോളൂ. ഓക്കെ, എല്ലാവരും ആൻസർ സബ്മിറ്റ് ചെയ്തിട്ട് മിസ് ആൻസർ ചെയ്തോളൂ.
ഭവിത് വീഡിയോ ഓൺ ചെയ്യോ? അശ്വത്, നന്ദന എല്ലാരും വീഡിയോ ഓൺ ചെയ്ത്. വീഡിയോ ഓൺ ചെയ്തേ. അശ്വത്, ഐ എം നോട്ട് സീയിങ് യു. ഐ കാൺ സീ യു ആക്ച്വലി. സോ എല്ലാരും വീഡിയോ ഓൺ ചെയ്യുക, കാണട്ടെ. ഓക്കെ ഓക്കെ സാറേ, നമുക്ക് ധനഞ്ജയനോട് ചോദിച്ചാലോ ആൻസർ എന്താണ്? ധനഞ്ജയ് ഭയങ്കര സന്തോഷത്തിലാണ്, ഇന്ന് ഫുൾ ഓൺ ആയിരുന്നു ധനഞ്ജയ്. ധനഞ്ജയ് എന്താ ആൻസർ? ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ ധനഞ്ജയ് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ. ഹലോ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? മാസ്. യെസ്, കറക്റ്റ്, മാസ് ആണ്. ഓക്കെ, ധനഞ്ജയ് ആരാ സാറേ? നടന്ന് പഠിക്കുക. ധനഞ്ജയ് നാടെ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിൽ നടന്നാ പഠിക്കുന്നേ. ക്യാമറ ചെയ്താത്തോ? ഒന്ന് കാണട്ടെ. കാണില്ല. ധനഞ്ജയ് നാട് ആ മമ്മിയും ഉണ്ട്. ഓ ഹായ് ആന്റി. ധനഞ്ജയ് എന്റെ ക്ലാസ്സിൽ തുടക്കത്തിൽ നടന്നാ പഠിച്ചത്, അറിഞ്ഞായിരുന്നു ആന്റി? നടന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ പഠിക്കത്തില്ല പക്ഷെ. ആ പറയാ ആന്റി, കേക്കട്ടെ. ധനഞ്ജയ് മുമ്പേ അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കുന്നില്ല. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, ധനഞ്ജയ് പറഞ്ഞു. പക്ഷെ ആൻസർ പറഞ്ഞു. ധനഞ്ജയ് ആൻസർ പറഞ്ഞു. ഓക്കെ, ഫൈൻ ഫൈൻ. ധനഞ്ജയ് മൊത്തം സന്തോഷം കണ്ടോ? ഫുൾ മാർക്ക്. ഓക്കെ, ഗുഡ് ഗുഡ് ധനഞ്ജയ്. ഓക്കെ, നമുക്ക് വേറെ ആരോടാ ചോദിക്കുന്നത് സാറേ? ചിരിച്ചിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ? ശരിയാണോ ധനഞ്ജയ് പറഞ്ഞേ? അഗ്രജ ചിരിക്കുന്നുണ്ട്. വേറെ അഗ്രജ? ഓക്കെ, കൃഷ്ണ പറയുന്നുണ്ട് ശരിയായിരുന്നു. എല്ലാവർക്കും ശരിയായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരിയായിരുന്നു. സോ മിസ്സിന് പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് വരിക. ഓക്കെ, പഠിച്ചിട്ട് വരിക. മിസ് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, സോ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഫ്രീ ഫോൾ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ ഇന്ന് പഠിപ്പിച്ച കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വെരി സിമ്പിൾ. പക്ഷെ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇക്വേഷൻ ഒക്കെ അറിഞ്ഞിരിക്കുക, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പറയാത്തവർക്ക് മിസ് അന്നേരം പണിഷ്മെന്റ് തരും. ഓക്കെ, മിസ് മുമ്പേ പറഞ്ഞു, ഒരു പ്രാവശ്യം ഇമ്പോസിഷൻ ഒന്നല്ല, മിസ് കുറെ ഇമ്പോസിഷൻസ് തരും. ഇമ്പോസിഷൻ മാത്രമല്ല, പേരൻസിനെ ഞാൻ വിളിക്കും. ഓക്കെ, മിസ്സാ വിളിക്കുന്ന ഇനി തൊട്ട്. പേരൻസിനെ വിളിക്കും. ഓക്കെ, വിളിക്കാൻ മാത്രമല്ല, പേരൻസിനോട് ഞാൻ പറയും. ഓക്കെ, പേരൻസിന് മുമ്പ് വെച്ച് ക്വസ്റ്റ്യനും ചോദിക്കും. സോ അതൊന്നും വേണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരിക. നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ 1 വീക്ക് സമയമുണ്ട്. നോട്ട് എഴുതാത്തവരൊക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഫൈൻ. സോ ന്യൂ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ലിങ്ക് കിട്ടിയ നമ്പറിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സൂം ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ, ആ നമ്പറിലോട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സസ് റെക്കോർഡഡ് ആണ്, അത് നിങ്ങൾക്ക് അയച്ചു തരും. സോ ആ വീഡിയോസ് കണ്ടിട്ട് വരിക. ഫൈൻ. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈൻ, എല്ലാവരും സെറ്റ് ആണോ? ഓക്കെ, സോ ഒരു തംസ് അപ്പ് കാണിച്ച്. ആരോടും പോകണ്ട. ഓക്കെ, ആരും പോണ്ട. ഓക്കെ, സാറിന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാർ കുറച്ച് കാര്യങ്ങൾ പറയും. സോ അടുത്ത ക്ലാസ്സിൽ വരെ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, പഠിച്ചിട്ട് വരിക. ഓക്കെ.